ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കനിഷ്ക വൈവിദ്യ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ദിവസവും പറയുന്ന പോലെ രാമായണ മാസമാണ്, കർക്കിടക 9 സെയിം അതിൻ്റെ കാര്യങ്ങൾ അമ്മ പറയുന്നതായിരിക്കും. അത് കൂടാതെ ഒരു ചെറിയ റെസിപ്പി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു എന്താ പറയുക, നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ്. അത് അധികം ആരും ചെയ്യാത്തൊരു സാധനമായിരിക്കും. നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഉണ്ടാക്കാറുണ്ട്. എനിക്കിഷ്ടമാണ്. എനിക്ക് കയ്പ്പ് ഇഷ്ടമല്ലെങ്കിലും അതെനിക്ക് ആവശ്യത്തിന് ഇഷ്ടമാണ്. ഉലുവ കിളിപ്പിച്ചൊരു കറി വെക്കും. അതാണ് അമ്മേനെ കാണിക്കാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് അമ്മയോട് ചോദിക്കാം. അതേപോലെ ഞാൻ ഇന്നലെ ഒരു പേജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ത്രെഡ്സ് ആൻഡ് ടസൽസ് എന്ന്. അപ്പോൾ ആ പേജ് ഞാൻ ലിങ്ക് ഇട്ടായിരുന്നു. ആ പേജ് ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്തു എന്ന് വെച്ചാൽ മൊത്തത്തിൽ അത് കളഞ്ഞു എന്നല്ല, ഞാൻ ആ പേജ് വേറൊരു രൂപത്തിലാക്കി എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. അപ്പം അതിൽ നമ്മളിപ്പോൾ പുതിയ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓരോ വീഡിയോസായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കാം. അപ്പം അത് ഓരോന്നായിട്ട് നമ്മൾ തന്നെ അതിൽ പറയുന്നതായിരിക്കാം. ഓക്കെ, ഇത് വീഡിയോസിൽ വരും. ഓക്കെ, അപ്പം അതിൻ്റെ സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് എൻ്റെ പേജിലും ഒക്കെ കാണാൻ പറ്റും. പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എല്ലാവരും കൂടെ ഉണ്ടാവണം, പ്രാർത്ഥിക്കണം. ഓക്കെ, അത് പതിയെ പറയാം. അപ്പം നമുക്കിത് അമ്മയോട് ചോദിക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉലുവ തോരനാണ്. സാധാരണ ഞങ്ങൾ ഉലുവ മാത്രമാണ് എടുക്കുന്നത്, പക്ഷെ അതിൻ്റെ കയ്പ് ഇച്ചിരി കുറയാൻ വേണ്ടിയാണ് ചെറുപയറും എടുത്തിരിക്കുന്നത്. ഒരു 100 ഗ്രാം ഉലുവയും 100 ഗ്രാം ചെറുപയറും രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ തോർത്തി വെക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് ഇതുപോലെ നന്നായിട്ട് കിളുത്തു വരും. കിളുത്ത് ഉലുവയുടെ തോരൻ വെക്കുമ്പോൾ കയ്പ് നന്നായിട്ട് കുറയും. ഇതിന് വേണ്ടത് കുറച്ച് തേങ്ങ വേണം, മഞ്ഞപ്പൊടി, ഉപ്പ് പൊടി, മുളക് പൊടി, പിന്നെ കടുക് വറക്കാൻ ആവശ്യമായ സാധനം. ചീനച്ചട്ടി ചൂടായി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും, കടുക് പൊട്ടി ഉഴുന്ന് പരിപ്പിൻ്റെ കളറും മാറിക്കഴിയുമ്പോൾ ഉലുവ ഇടുക. കൂട്ടത്തിന് ചെറുപയറും ഇടുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സിമ്മിലിട്ട് വേവിക്കുക. വെന്ത് വരട്ടെ. ആ സമയത്ത് ഇതിനാവശ്യമായ കുറച്ച് തേങ്ങയും മഞ്ഞപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി. എരിവ് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ എരിവ് ഇച്ചിരി കൂടുതലാണ് എല്ലാവർക്കും ഇഷ്ടം. നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി വെക്കുക. വെള്ളം വറ്റിയേ. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇടാം. തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെക്കാം.
നമുക്ക് തുറന്നു നോക്കാവേ. വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉലുവാത്തോരൻ റെഡിയായി. ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്ന് കർക്കടകം 9. ഇന്ന് പറയേണ്ടത് വാൽമീകിയുടെ ആത്മകഥ തൊട്ട് ഭരതന്റെ വനയാത്ര വരെയാണ്. ഓം ഹരി ശ്രീ ഗണപതായ നമ. നമസ്തുതേ സരസ്വതി നമസ്തു. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാവിരാമ. അമ്മ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.